ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അധ്യായത്തിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്നുള്ളത്. അധ്യായം 4 മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി. ഒരു കമ്പനിയെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. This chapter is related with the management of companies as per the Companies Act 2013. 2013 കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിയെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ബോർഡ് ആൻഡ് ഗവേണൻസ് എന്നുള്ളത്. നമുക്കറിയാം കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നമുക്കറിയാം എന്താണ്, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല. കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമം മൂലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരു കമ്പനി എന്ന് അറിയപ്പെടുന്നത്. ഒരു കമ്പനീസ് ആക്ട് പ്രകാരം, അതായത് നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കമ്പനി ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. കമ്പനി എന്തല്ല, ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല, നമ്മളെപ്പോലെ ബൈ ബർത്ത് അല്ല, ജനനത്തിലൂടെയല്ല കമ്പനി ഉണ്ടാകുന്നത്, ജനനത്തിലൂടെയല്ല. സാധാരണ ഒരു വ്യക്തി, ഹ്യൂമൻ ബീയിങ് ജനിക്കുന്നത് പോലെയല്ല ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. കമ്പനി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല. ആൻഡ് യെറ്റ് ഇറ്റ് ആക്ട് ആസ് എ നാച്ചുറൽ പേഴ്സൺ. പക്ഷേ ഒരു സാധാരണ നാച്ചുറൽ പേഴ്സൺ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് കനോട്ട് ആക്ട് ബൈ ഇറ്റ് സെൽഫ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനിക്ക് ആക്ട് ചെയ്യാൻ, പ്രവർത്തിക്കാൻ അതിന് സ്വന്തം സാധിക്കില്ല. എ കമ്പനി കനോട്ട് ആക്ട് ബൈ ഇറ്റ് സെൽഫ്. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. ആൻഡ് ആക്ട് ഓൺലി ത്രൂ സം ഹ്യൂമൻ പേഴ്സൺ. പക്ഷേ കമ്പനിക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ചില ഹ്യൂമൻ പേഴ്സൺസിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഹായത്തോടെ, കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്ത് നടത്തുവാൻ സാധിക്കും. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കില്ല, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാൻ സാധിക്കില്ല. ആ സമയത്ത് കമ്പനിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ പേഴ്സൺസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഹ്യൂമൻ പേഴ്സൺസ് ഡയറക്ടേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, അതുപോലെയുള്ള മറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആവാം. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരെല്ലാം ആവാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ പേഴ്സൺസ് ആണ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കമ്പനിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജിയോ എന്ന് പറയുന്ന കമ്പനി എടുക്കാം. ജിയോ എന്ന് പറയുന്ന കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അല്ലേ? കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ് ജിയോ എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? ടെലികോം സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്, മുകേഷ് അംബാനിയുടെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് ജിയോ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ്? ആ സ്ഥാപനത്തിലുള്ള, ആ കമ്പനിയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ വഴിയാണ്, മുതിർന്ന ഹ്യൂമൻ ബീയിങ്സ് വഴിയാണ്, അവർ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ പേഴ്സൺസ് ത്രൂ ഹൂം ഇറ്റ് ആക്ട്സ് ആൻഡ് ബൈ ഹൂം ദ ബിസിനസ് ഓഫ് ദി കമ്പനി ഈസ് കണ്ടക്റ്റഡ് നോൺ ആസ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ആരിലൂടെയാണ് നടക്കുന്നത്? ആരാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്? ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തികളെ പറയുന്ന പേരാണ് ഡയറക്ടേഴ്സ്. ആരിലൂടെയാണ് കമ്പനി പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്? ആരുടെ സഹായത്തോടു കൂടിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇവരൊക്കെ പറയുന്ന പേരാണെന്ത്? ഡയറക്ടേഴ്സ് എന്നുള്ളത്. ഡയറക്ടർ ഈസ് എ പേഴ്സൺ ഹു കണ്ടക്ടിങ് ദി ബിസിനസ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഒരു ബിസിനസ്സിനെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുള്ള ആളുകളാണ് ഡയറക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദി ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി കളക്റ്റീവ്ലി നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിക്കകത്തുള്ള ഡയറക്ടേഴ്സിനെ കൂട്ടമായിട്ടാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്.
ഒരു കമ്പനിയിൽ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, മൊത്തം പറയുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്. ഈ ഡയറക്ടേഴ്സിലൂടെയാണ് കമ്പനിയുടെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ്, കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം മാനേജ് ചെയ്യപ്പെടുന്ന ഏതാണ്, ഈ ഒരു ഡയറക്ടേഴ്സിലൂടെയാണ്. ഇവരെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണെന്ത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എൻട്രസ്റ്റ് ദ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം നിക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്ന ആരിലാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ്. ദേ ആർ ഓൾസോ ദി കീ മാനേജീരിയൽ പേഴ്സണൽ. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദി ഡയറക്ടേഴ്സ് ആർ ദി കീ മാനേജീരിയൽ പേഴ്സണൽ. അവർ കീ മാനേജീരിയൽ പേഴ്സണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദി ഡയറക്ടേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദി കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ടു റിപ്രസെൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഈ ഡയറക്ടേഴ്സിനെ പലപ്പോഴും എലക്റ്റ് ചെയ്യപ്പെടുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന ആരിൽ നിന്നാണ്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ്. ടു റെപ്രസെൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓഹരി ഉടമകളുടെ താല്പര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് ആര്, ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബോർഡ് ആൻഡ് ഗവേണൻസ് എന്നുള്ള ഭാഗമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാണ് കമ്പനിയെ ഗവേൺ ചെയ്ത് കൊണ്ടുപോകുന്നത്, കമ്പനിയെ ഭരിക്കുന്നത്, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി നമുക്ക് നോക്കാം ഒരു പബ്ലിക് കമ്പനിയുടെ കേസിൽ. ഇൻ ദി കേസ് ഓഫ് പബ്ലിക് കമ്പനി മിനിമം 3 ഡയറക്ടേഴ്സ് ഈസ് റിക്വയർഡ്. ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 3 ഡയറക്ടേഴ്സ് റിക്വയർഡ്. മിനിമം 3 ഡയറക്ടേഴ്സ് ആവശ്യമാണ്. ഇൻ ദി കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിലോ മിനിമം 2 ഡയറക്ടേഴ്സ്. എത്ര ആളുകളാണ് വേണ്ടത്? മിനിമം 2 ഡയറക്ടേഴ്സാണ് വേണ്ടത്. ഇനി 1 പേഴ്സൺ കമ്പനി, OPC അല്ലേ, 2013 കമ്പനീസ് ആക്ടിൽ നിലവിൽ വന്ന പുതിയ ഒരു ആശയമാണ് ഏത്, ബിസിനസ് രൂപമാണ് ഏത്, 1 പേഴ്സൺ കമ്പനി എന്നറിയപ്പെടുന്നത്. അവിടെ എത്ര ഡയറക്ടർ മതി? ഓൺലി 1 ഡയറക്ടർ. ഓൾ കമ്പനീസ് മേ ഹാവ് 15 ഡയറക്ടർ. എല്ലാ സ്ഥാപനത്തിലും 1 പേഴ്സൺ കമ്പനി ഒഴികെ ബാക്കിയുള്ള എല്ലാ കമ്പനീസിലും 15 ഡയറക്ടേഴ്സ് ഉണ്ടാവാം. മോർ ദാൻ 15, ഇനി അതല്ല 15-ൽ കൂടുതൽ ഡയറക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ 15-ൽ കൂടുതൽ ഡയറക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ്. മീറ്റിംഗ് വിളിച്ചിട്ട് മീറ്റിങ്ങിൽ പ്രത്യേക പ്രമേയം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പ്രത്യേക പ്രമേയം പാസ്സാക്കേണ്ടതായിട്ട് ഉണ്ട്. സം കമ്പനീസ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ. ഒരു കമ്പനിയിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓൾ കമ്പനീസ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 റെസിഡൻറ്റ് ഡയറക്ടർ. എല്ലാ കമ്പനിയിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു റെസിഡൻറ്റ് ഡയറക്ടറും ഉണ്ടായിരിക്കണം. എവറി ലിസ്റ്റഡ് കമ്പനി ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഏതൊരു ലിസ്റ്റഡ് കമ്പനിയിലെയും മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 1/3 ഭാഗം ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഈ വുമൺ ഡയറക്ടർ, റെസിഡൻറ്റ് ഡയറക്ടർ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറൊക്കെ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്? ഇന്ന് നമ്മൾ അധ്യായം തുടങ്ങിയതാണ് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന് പറയുന്ന അധ്യായം 4 തുടങ്ങി. അതിലെന്ത് ചെയ്ത് ബോർഡ് ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, കമ്പനിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? കമ്പനി ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഹായം തേടും. അതിൽ പ്രമുഖരാണ് ആര്? ഡയറക്ടേഴ്സ്. അവരെ കൂട്ടമായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നു. കമ്പനിയെ മാനേജ് ചെയ്യുന്നത് ഇവരാണ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്നവരാണ്. പബ്ലിക് കമ്പനിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ്, 1 പേഴ്സൺ കമ്പനിയിൽ 1 ഡയറക്ടർ. എല്ലാ കമ്പനിയിലും 15 ഡയറക്ടർ വരെ ആവാം. ഇനി അതിൽ കൂടുതൽ ഡയറക്ടർ വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.